നമ്മൾ ഓരോ ദിവസവും ഉപയോഗിക്കുന്ന ചെറിയ ചിരികളും കണ്ണുനീരും ഹൃദയങ്ങളും ഈ ചിഹ്നങ്ങളെ നമ്മൾ ഇമോജീസ് എന്ന് വിളിക്കുന്നു. ഇത് നമ്മുടെ ഭാഷയുടെ ഭാഗമായിരിക്കുന്നു. ഒരു വാക്ക് പോലും എഴുതാതെ നമ്മൾ എന്ത് ഫീലാണ് അനുഭവിക്കുന്നതെന്ന് പറയാൻ കഴിയുന്ന ഒരു പുതിയ ഭാഷ. പക്ഷേ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഈ ചെറിയ ചിത്രങ്ങൾ എവിടെ നിന്നാണ് വന്നതെന്ന്? ആരാണ് ആദ്യമായി ഇത് ഉണ്ടാക്കിയതെന്ന്? ഇമോജിസിന്റെ ചരിത്രം തുടങ്ങുന്നത് 1990കളുടെ അവസാനത്തോടെയാണ്. 1999 ജാപ്പനീസ് ഡിസൈനറായ ഷിഗറ്റാഗ കുറിറ്റ എന്ന വ്യക്തിയാണ് ആദ്യമായി ഇമോജിസ് സെറ്റ് നിർമ്മിച്ചത്. അദ്ദേഹം ജോലി ചെയ്തിരുന്നത് ജാപ്പനീസ് മൊബൈൽ ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനിയിലായിരുന്നു. ജപ്പാനിലെ ടോക്കിയോ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന NTT ഡോകോമോ എന്ന ടെലികോം കമ്പനിയിലായിരുന്നു അദ്ദേഹം ജോലി ചെയ്തിരുന്നത്. അന്നത്തെ കാലത്ത് മൊബൈൽ ഫോൺ മെസ്സേജിങ് വളരെ ലിമിറ്റഡ് ആയിരുന്നു. ടെക്സ്റ്റ് മാത്രമായിരുന്നു പ്രധാന മാർഗം. അതുകൊണ്ട് തന്നെ വികാരങ്ങൾ വ്യക്തമായി പ്രകടിപ്പിക്കുവാൻ പ്രയാസമായിരുന്നു. എന്നാൽ കുറിറ്റയുടെ ലക്ഷ്യം വളരെ ലളിതമായിരുന്നു. മനുഷ്യരുടെ വികാരങ്ങൾ, കാലാവസ്ഥ, ഭക്ഷണം, ദിനചര്യ എന്നിവ ചെറുതും എളുപ്പത്തിൽ മനസ്സിലാക്കുന്ന ചിത്രത്തിൽ അവതരിപ്പിക്കുക. അതിനായി അദ്ദേഹം രൂപകൽപ്പന ചെയ്ത ഭാഷാരീതിയായിരുന്നു ഇമോജികൾ. അദ്ദേഹം സൃഷ്ടിച്ച ആദ്യത്തെ ഇമോജി സെറ്റ് ഏകദേശം 176 ഐക്കൺസ് അടങ്ങിയതായിരുന്നു. 12x12 പിക്സൽ സൈസ്. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് പോലെ സാങ്കേതികമായി പുരോഗമിച്ചത് ആയിരുന്നില്ല. പക്ഷേ അതിന്റെ അടിസ്ഥാന ആശയം അതീവ ശക്തമായിരുന്നു. അതായിരുന്നു വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ. ഈ ആശയം പിന്നീട് ലോകമെമ്പാടും വ്യാപിച്ച് പ്രചരിച്ചു. ഇമോജിസിന്റെ തുടക്കത്തിന് പിന്നിൽ യാതൊരു നിഗൂഢതയോ രഹസ്യ സംഘടനകളോ ഇല്ല. പലരും കരുതുന്നത് പോലെ ഇതൊരു ഹിഡൻ കോഡ് അല്ലെങ്കിൽ സീക്രട്ട് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം അല്ല. യഥാർത്ഥത്തിൽ ഇതൊരു പ്രാക്ടിക്കൽ സൊല്യൂഷൻ ആയിരുന്നു. ടെക്സ്റ്റ് മെസ്സേജിങ്ങിന്റെ കുറവുകൾ പരിഹരിക്കാൻ സൃഷ്ടിക്കപ്പെട്ട മാർഗം. എന്നാൽ ഇമോജീസിന്റെ വളർച്ചയ്ക്ക് ചില മിത്തുകളും തെറ്റിദ്ധാരണകളും ഉണ്ട്. ചിലർ ഇമോജീസിനെ ഒരു പുതിയ യൂണിവേഴ്സൽ ലാംഗ്വേജ് ആയി കാണുന്നുണ്ട്. ചിലർ അത് മനുഷ്യരുടെ ട്രഡീഷണൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് കുറയ്ക്കുന്നുവെന്ന് കരുതുന്നു. 2000-ന് ശേഷം സ്മാർട്ട് ഫോണുകൾ വളർന്നതോടെ ഇമോജീസുകൾക്കും വലിയൊരു മാറ്റം വന്നു. പ്രത്യേകിച്ച് ആപ്പിൾ ഐക്കൺ. 2007-ൽ ഐഫോൺ പുറത്തിറങ്ങിയതിന് ശേഷം ഇമോജീസ് ഗ്ലോബലായി പോപ്പുലറായി. പിന്നീട് ഗൂഗിൾ, മൈക്രോസോഫ്റ്റ് പോലുള്ള കമ്പനികളും അവരുടെ പ്ലാറ്റ്ഫോമുകളിൽ ഇമോജീസ് കൊണ്ടുവന്നു. ഈ ഇമോജീസ് കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ആക്കിയത് യൂണിക്കോഡ് കൺസോർഷ്യം എന്ന സംഘടനയാണ്. അതുവഴി ലോകത്തിലെ എല്ലാ ഡിവൈസുകളിലും ഇമോജി കൺസിസ്റ്റന്റ് ആയി കാണുവാൻ കഴിഞ്ഞു. ഇപ്പോൾ ഇമോജീസ് ഒരു സാംസ്കാരിക പ്രതീകമായി മാറിയിട്ടുണ്ട്. ഒരു സിമ്പിൾ സ്മൈലി പോലും ഒരാളുടെ മനോഭാവം വ്യക്തമാക്കാൻ സഹായിക്കുന്നു. സോഷ്യൽ മീഡിയ ചാറ്റുകൾ, ആപ്പുകൾ, മാർക്കറ്റിംഗ് എന്നിവയ്ക്കും ഇമോജീസ് വലിയ പങ്ക് വഹിക്കുന്നു. ചില പഠനങ്ങൾ പ്രകാരം ഇമോജീസ് ഉപയോഗിക്കുന്നത് ആളുകളുടെ കമ്മ്യൂണിക്കേഷൻ കൂടുതൽ ഫ്രണ്ട്ലി ആക്കുന്നു എന്നാണ്. ഇമോജീസ് എന്നത് മനുഷ്യന്റെ ആവശ്യങ്ങൾക്കായി വികസിപ്പിച്ചെടുത്ത ഒരു ഡിസൈൻ ലാംഗ്വേജ്. അത് യാതൊരു രഹസ്യ സംഘടനയുടെയും ഭാഗമല്ല. പക്ഷേ ഇമോജീസ് ഉപയോഗിച്ച് ചിലപ്പോൾ ഹിഡൻ മീനിങ്സ് ഉണ്ടാക്കാം. ഉദാഹരണത്തിന് ചില ഇമോജീസ് ഡിഫറന്റ് മീനിങ് നൽകും. ഇത് കൾച്ചർ വേരിയേഷൻ കൊണ്ടാണ്. ഇമോജീസ് മനുഷ്യരെ ഇന്റലിജന്റ് ആക്കും, മറിച്ച് കമ്മ്യൂണിക്കേഷൻ കൂടുതൽ എക്സ്പ്രസീവ് ആക്കുന്നു. ഇന്നത്തെ തലമുറയ്ക്ക് ഇമോജീസ് ഒരു നാച്ചുറൽ എക്സ്റ്റൻഷൻ ആണ് അവരുടെ ലാംഗ്വേജിന്റെ. ഇനി അവസാനമായി പറയേണ്ടത്, ഇമോജീസ് ഒരു ചെറിയ കണ്ടുപിടുത്തം പോലെ തോന്നിച്ചാലും അത് മനുഷ്യരുടെ കമ്മ്യൂണിക്കേഷൻ രീതിയെ തന്നെ മാറ്റിമറിച്ച വലിയൊരു സംഭവമാണ്. ഒരു ചെറിയ 12x12 പിക്സൽ ചിത്രത്തിൽ തുടങ്ങി ഇന്ന് ലോക ലാംഗ്വേജ് ആയി വളർന്ന ഈ ഒരു ഇമോജീസ് ഭാവിയിൽ കൂടുതൽ അഡ്വാൻസ്ഡ് ആയി മാറാൻ സാധ്യതയുണ്ട്. ആനിമേറ്റഡ് ഇമോജീസ്, AR ബേസ്ഡ് ഇമോജീസ് തുടങ്ങിയവ ഇനിയും വരുവാനിടയുണ്ട്.